നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് CPI മാർച്ചും ധർണയും നടത്തി. ചാഴൂർ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. നാട്ടിക കൃഷിഭവനിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. തൃപ്രയാർ കിഴക്കേനട പൈനൂരിൽ കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരൻ കട്ടിംഗ് നബീൽ എന്നറിയപ്പെടുന്ന മലപ്പുറം അരീക്കോട് സ്വദേശി നബീൽ ബംഗളൂരുവിൽ നിന്നു പിടിയിലായി. കാമുകിയുമൊത്ത് ദുബായിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ സാഹസികമായി അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സോഷ്യൽ മീഡിയ വഴി ക്രിപ്റ്റോ ഇടപാടിന്റെ പേരിൽ പാലക്കാട് സ്വദേശികളായ 4 പേരെ പൈനൂർ ആമലത്തുകുളങ്ങര ക്ഷേത്രത്തിനു സമീപത്തെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് വിളിച്ചുവരുത്തി പെപ്പർ സ്പ്രേ പ്രയോഗിച്ചും ആക്രമിച്ചുമാണ് 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്നത്. തൃശൂർ റൂറൽ SP മുഹമ്മദ് നദീമുദ്ദീന്റെ നേതൃത്വത്തിൽ നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് മുഖ്യപ്രതി പിടിയിലായത്. കേസിൽ നേരത്തെ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്വേഷണം തുടരുകയാണ്. അറസ്റ്റിന് നേതൃത്വം നൽകിയ സംഘത്തിൽ ഇരിങ്ങാലക്കുട DYSP M സന്തോഷ് കുമാർ, അന്തിക്കാട് SHO VM കേഴ്സൺ, SI M അഫ്സൽ, P ജയകൃഷ്ണൻ, GASI-മാരായ രാജു, ഷൈൻ, ലിജു ഇയാനി, ES ജീവൻ, GSCPO സോണി സേവിയർ, ബിജു, കൃഷ്ണദാസ്, CPO-മാരായ KJ ഷിൻഡോ, സുർജിത് സാഗർ എന്നിവർ ഉൾപ്പെട്ടിരുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് PM ശ്രീ പദ്ധതിയെന്ന് ആരോപിച്ച് പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് CPI നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സമരം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതി ന്യൂനപക്ഷ വിരുദ്ധവും അതുപോലെ തന്നെ മനുവിൻ്റെ ചാതുർവർണ്ണത്തിലും അതുപോലെയുള്ള അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ നയമാണ് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യത്തെ പിന്നോട്ട് നയിക്കാനും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ നയമാണ് ഇവിടെ രൂപീകരിക്കാൻ പോകുന്നത്. ലോകത്തിലെ എല്ലാ ഫാസിസ്റ്റുകളും ചെയ്തിട്ടുള്ളത് തന്നെയാണ് മോദിയും ചെയ്തിട്ടുള്ളത്. ഹിറ്റ്ലറും മുസോളിനിയും എല്ലാം ചെയ്തത് അവർക്കെല്ലാം അധികാരം ലഭിച്ചപ്പോൾ ആ രാജ്യത്തെ വിദ്യാഭ്യാസ ക്രമത്തിൽ ഇടപെടാനാണ് അവർ തീരുമാനിച്ചത്. 1931 ഹിറ്റ്ലറുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ബെൻഹാർഡ് റെസ്റ്റി ആ രാജ്യത്തെ എല്ലാ പുസ്തകങ്ങളും നിരോധിച്ചു എന്നുള്ളതാണ്. എല്ലാ ഫാസിസ്റ്റ് ഭരണാധികാരികളും ചെയ്തതുപോലെ മോദിയും ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര താല്പര്യങ്ങൾക്കെതിരായി നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് എതിരായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ക്രമം ഇവിടെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ജില്ലാ കമ്മിറ്റി അംഗം CR മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് MV സുരേഷ്, മഹിളാ സംഘം നേതാവ് സ്വർണ്ണലത ടീച്ചർ, മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, നാട്ടിക ലോക്കൽ സെക്രട്ടറി മണി നാട്ടിക എന്നിവർ സംസാരിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318D പ്രൈം പ്രൊജക്റ്റായ ഡേ വിത്ത് സ്പെഷ്യൽ ചിൽഡ്രൻ പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം DK സ്പെഷ്യൽ സ്കൂളിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി ജെയിംസ് പോൾ വളപ്പില പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലേഡി സ്പോൺസർ ചെയ്ത പ്ലേ മെറ്റീരിയലുകൾ കുട്ടികൾക്ക് വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളോടൊപ്പം കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ആൻഡ്രോസ് ജോൺ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രൊപ്പറേറ്ററും ലയൺസ് അംഗവുമായ ഹരിലാൽ, ഡേ വിത്ത് സ്പെഷ്യൽ ചിൽഡ്രൻ സുപ്രീം കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത്, ആനി ജോസഫ്, സോൺ ചെയർമാൻ AS ജോസഫ്, ക്ലബ് സെക്രട്ടറി ഡോക്ടർ സുദർശൻ, പ്രീതി ബെന്നി, സ്കൂൾ പ്രിൻസിപ്പൽ ഷീര എന്നിവർ സംസാരിച്ചു. സ്പെഷ്യൽ കുട്ടികളോടൊപ്പം സമയം ചെലവഴിച്ച് അവർക്ക് സന്തോഷവും ആത്മവിശ്വാസവും പകരുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
സർവീസിൽ നിന്ന് വിരമിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഗിരീഷ് കെ.സി, ഏരിയ വൈസ് പ്രസിഡന്റുമാരായ മണിമേഖല ടി.ആർ, സീനത്ത് ബി.വി എന്നിവർക്ക് കേരള NGO യൂണിയൻ നാട്ടിക ഏരിയയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗം ജില്ലാ സെക്രട്ടറി P.B. ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് M.V. അരുൺ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി റിനേഷ് P.N, സംസ്ഥാന കമ്മിറ്റി അംഗം R.L. സിന്ധു, ജില്ലാ പ്രസിഡന്റ് O.P. ബിജോയ്, വിമോദ് V, P. വരദൻ, ബിബിൻ KF, രജനി KK, ഏരിയ വൈസ് പ്രസിഡന്റ് ശ്രീദേവി P എന്നിവർ സംസാരിച്ചു. അതിന്റെ മെമ്പർമാരായിട്ട് വരുന്നത് പല രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ ജീവനക്കാർ സംഘടനയുടെ മെമ്പർഷിപ്പിലേക്ക് കടന്നു. അവരെല്ലാം തന്നെ നമ്മുടെ തൊഴിൽ മേഖലയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവിടെ ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന നിലപാടുകൾ, അവിടെ എങ്ങനെയാണ് ഒരു സംഘടന ഇടപെടേണ്ട രീതികൾ, അതെല്ലാം തന്നെ വിശദമായിട്ട് അവരോട് സംബന്ധിച്ചുകൊണ്ട് ആശയപ്രചരണം നടത്തി, രോഗപരമായ ആശയപ്രചരണം നടത്തി നമ്മുടെ സംഘടന പ്രവർത്തകരാക്കി മാറ്റിയെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നത്. അതിൽ ജീവനക്കാരുമായിട്ടുള്ള ആത്മബന്ധം, നമ്മുടെ ആശയപ്രചരണത്തിനൊപ്പം തന്നെ ജീവനക്കാരുമായിട്ടുള്ള ആത്മബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്, അവിടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ നമുക്ക് അവർക്ക് താങ്ങായി തന്നതായിട്ട് നിൽക്കാൻ കഴിയുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. മുൻകാര്യങ്ങളിലൊക്കെ നമ്മുടെ സംഘടന അത് വലിയ തോതിൽ തന്നെ ഉയർത്തിപ്പിടിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ UDF സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ചും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ഏരിയ ട്രഷറർ നൂറുൽ ഹുദ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജീജ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം പഞ്ചായത്ത് സെക്രട്ടറി രജനി ബാബു, CPM ലോക്കൽ കമ്മിറ്റി അംഗം V. ശ്രീകുമാർ, സെക്രട്ടറി ചിഞ്ചു സുധീർ, ട്രഷറർ ഇജല നൌഷാദ് എന്നിവർ സംസാരിച്ചു. CPIM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിയും തദ്ദേശീയ കർഷകരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. KA വിശ്വംഭരൻ, KC പ്രസാദ്, EP സുഭാഷിതൻ, IN സുധീഷ്, ഷൈൻ മുഹമ്മദ്, IK സുദർശനൻ, BA ഷാജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഏങ്ങണ്ടിയൂർ യൂണിറ്റിന്റെ കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വെച്ച് നമ്മുടെ കേരളത്തിൽ ഭരണമാറ്റം വന്നിരിക്കുന്നു. ഇവിടെ പുതിയ മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ ധനമന്ത്രിയായിരിക്കുന്ന ഈ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് അവതരണം 19-ാം തീയതി നടക്കുമെന്ന് നമുക്കറിയാം. ആ ബഡ്ജറ്റ് സമ്മേളനത്തിന് മുമ്പ് നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചിരുന്നുവെങ്കിലും നമ്മുടെ ബഡ്ജറ്റ് സമ്മേളനം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്രസംഗത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല പൊതുവായി കുറേ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ബഡ്ജറ്റിൽ കൊണ്ടുവരികയും അത് നടപ്പാക്കുന്നതിനുള്ള കാര്യങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട്. ജില്ലാ കമ്മിറ്റി അംഗവും യൂണിറ്റ് പ്രസിഡന്റുമായ TC റീത്ത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു നവാഗതരെ ആദരിച്ചു. വിവിധ നേതാക്കൾ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് കലാപരിപാടികളും തിരുവാതിര ഞാറ്റുവേലയുടെ ഭാഗമായി ഔഷധ ഫലവൃക്ഷ തൈകളുടെ വിതരണവും നടന്നു. ദീപം നേർത്ത മഞ്ഞാടയിലൂടെ എത്തി നോക്കും പൊൻപുലർവേളയിൽ ഞങ്ങൾ ഒത്തുചേർന്നു പറവകളായി ദൂസെറീനിതിൽ ആദിത്യദീപം നേർത്ത മഞ്ഞാടയിലൂടെ എത്തി നോക്കും പൊൻപുലർവേളയിൽ ഞങ്ങൾ ഒത്തുചേർന്നു. ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു.
സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് ബാസിൽ ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് R. A. ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ലീഗൽ സർവീസ് കോർഡിനേറ്റർ പ്രഭ, HM ഇൻചാർജ് സൈജ ടീച്ചർ, അധ്യാപകരായ സ്മിത, ശർമിള, റെമീന, ഹേമ, ശാരിക എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026 ജൂൺ 28 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ തൃപ്രയാർ കിഴക്കേ നടയിലെ കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് സംസ്ഥാന യുവജനക്ഷേമ കായിക മന്ത്രി OG ജനീഷ് ഉദ്ഘാടനം ചെയ്യും. നാട്ടിക MLA ഗീതാ ഗോപി അധ്യക്ഷത വഹിക്കും. മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തും. കേരള വിഷൻ സ്മാർട്ടിന്റെ ഉദ്ഘാടനം ഇരിഞ്ഞാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ നിർവഹിക്കും. കയ്പമംഗലം MLA KK വത്സരാജ് സൗജന്യ ബ്രോഡ്ബാൻഡ് കണക്ഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ അഭിലാഷ് മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരും COA സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പങ്കെടുക്കും. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ Gold and Diamonds വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ Gold and Diamonds, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ
ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ചാഴൂർ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, കലശാഭിഷേകം, കളഭാഭിഷേകം, ശ്രീഭൂതബലി എന്നിവയും തുടർന്ന് പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ പാഞ്ചാരി മേളത്തോടുകൂടി കാഴ്ചശീവേലി, അന്നദാനം എന്നിവ നടന്നു. വൈകിട്ട് നിറമാല, ബ്രാഹ്മണിപ്പാട്ട്, ദീപാരാധന എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് രാജീവ് വരാട്ടിൽ, സെക്രട്ടറി രജിത് പോഴത്ത്, വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് വാര്യർ, എടക്കുന്നി വാര്യം, ജോയിന്റ് സെക്രട്ടറി രാഘവൻ പോഴത്ത്, ട്രഷറർ ദേവസ്വം ഓഫീസർ വിഷ്ണു ആറാട്ടുപുഴ എന്നിവർ നേതൃത്വം വഹിച്ചു. KGM സ്കൂളിലെ വായനാവാര സമാപന സമ്മേളനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ശ്രദ്ധേയമായി. ഈ
സാഹിത്യകാരൻ ഇ ജിനൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അജീഷ അൻവർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നിരവധി രാജ്യങ്ങളിലൂടെ ബസ് യാത്ര നടത്തി ശ്രദ്ധേയനായ സഞ്ചാരി മുഹമ്മദ് ടിയെ തൻ്റെ യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു. റിട്ടയർഡ് അധ്യാപിക ഷൈനി ലോറൻസ് വായനാശീലം വളർത്തേണ്ടതിൻ്റെ പ്രാധാന്യം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ കേട്ട കഥകളിലെ കഥാപാത്രങ്ങളായി വേഷമണിഞ്ഞ് മനോഹരമായ അവതരണങ്ങൾ നടത്തി. പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ, MPTA പ്രസിഡന്റ് പ്രവ്യ രഞ്ജിത്ത്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹിബ VR, കൃഷ്ണപ്രിയ VU, പ്രോഗ്രാം കോർഡിനേറ്റർ റോഷ്നി എന്നിവർ സംസാരിച്ചു. ഞാനിവിടെ വരുമ്പോൾ എല്ലാവരും ചുവന്ന നിറത്തിലുള്ള ഉടുപ്പിട്ടുള്ളൊരു മനോഹരമായ കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ നിങ്ങളൊക്കെ ചെടികളാണ്, പൂച്ചെടി. ഞാൻ കണ്ട പ്രാർത്ഥന പറഞ്ഞില്ലേ, ചെടികളാണ് പൂക്കളാണെന്ന് പറഞ്ഞില്ല. അതൊക്കെ നിങ്ങളൊക്കെ പൂക്കളും കിളികളും തന്നെയാണ്, കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. അപ്പം ആദ്യം നിങ്ങൾ എല്ലാവരും കൈ കൊടുത്ത് ഇങ്ങനെ കാണിക്കും. ഇപ്പം എന്തായാലും നല്ല മനോഹരമായ ചെടികൾ ഇങ്ങനെ പൂത്ത് ഉടന്ന് നല്ല ഭംഗിയായിട്ട് ഉടന്ന് നിങ്ങൾക്ക് കാണാം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാം. ഇങ്ങോട്ട് എല്ലാ സുന്ദരികളാണ് നിങ്ങളൊക്കെ. എന്തായാലും ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ നിങ്ങളുടെ സ്കൂള്, ഞാൻ ഇതിലെ ഈ വഴിക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു തീവണ്ടിയാണ് നിങ്ങളുടെ സ്കൂള്, അല്ലേ? ആണോ? അല്ലേ? തീവണ്ടി മുറികളെ ഇങ്ങനെ അടക്കി വെച്ച പോലെ ഒരു സ്കൂള് എന്നും കാണാൻ പറ്റും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും കർഷക സഭയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നാട്ടിക കൃഷിഭവനിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനു P ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA ഷൗക്കത്തലി അധ്യക്ഷനായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില സലീം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷോല മഹേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സോമൻ TP, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സനി രാജു, PC മണികണ്ഠൻ, അംബിക ടീച്ചർ, പവിത്രൻ, സിന്ധു സിദ്ധപ്രസാദ്, രജനി ബാബു, സന്തോഷ് എന്നിവർ പങ്കെടുത്തു. കേരള ഗ്രാമീൺ ബാങ്ക് ഉദ്യോഗസ്ഥ രേവതി കിസാൻ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കാർഷിക വികസന സമിതി അംഗങ്ങളും കർഷകരും പരിപാടിയിൽ പങ്കാളികളായി. ശ്രീവിലാസ് UP സ്കൂൾ, സെൻട്രൽ UP സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട കലാപരിപാടികൾ അവതരിപ്പിച്ചു. കൃഷി ഓഫീസർ ശുഭ NV, കൃഷി ഉദ്യോഗസ്ഥരായ ബാബു PC, സരിത KM, TV ദീപു എന്നിവർ നേതൃത്വം നൽകി. ഇനി വരുന്ന തലമുറയിലാണ് നമുക്ക് കൃഷിയെ കൂടുതലായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. അത് വളരെ കൃത്യമായിട്ട് സ്കൂളിലെ അധ്യാപകരെ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിനി തുടർന്നു കൊണ്ടുപോകാനായിട്ട് നമ്മളും ഒപ്പം നിൽക്കുക അവരൊപ്പം. അവര് ഇനി വരുന്ന തലമുറയ്ക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നത്. ഇപ്പോഴത്തെ ഓരോ വിഷം ഉള്ള പച്ചക്കറി കഴിച്ചിട്ടും ഒക്കെ രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവരെ നമ്മൾ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവരിൽ കൂടുതൽ നമ്മളുടെ നാട്ടിലുള്ള പച്ചക്കറി കഴിക്കാനായിട്ട് കൂടുതൽ കൃഷിയിലേക്ക് ഇറക്കാനും മണ്ണുമായിട്ട് കൂടുതൽ ഇടപഴകാനും ഒക്കെ നമ്മളുടെ ഇനി വരുന്ന തലമുറയെ സഹായിക്കാനായിട്ട് നമുക്ക് ഒപ്പം നിൽക്കാം. ഞാറ്റുവേല ദിനം, അതെ, ഞാറ്റുവേല ദിനം എന്നാൽ ഞാറ് നടുന്ന വേല എന്നാണ് അതിൻ്റെ അർത്ഥം. മലയാള മാസം 18-ന് ശേഷം വരുന്ന ഈ ദിവസം നോക്കിയാണ് നമ്മുടെ കർഷകർ നെൽകൃഷി തുടങ്ങുന്നത്. മരത്തെ നമ്പി കൊമ്പിരിപ്പൂ താരികം താരാരോ, നന്ദി നമ്പി മരമിരിപ്പൂ താരികം താരാരോ, മരത്തെ നമ്പി കൊമ്പിരിപ്പൂ താരികം താരാരോ. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു.
വ്യാപാരി പ്രതിനിധികൾ, അതിഥി തൊഴിലാളികളെ താമസിപ്പിക്കുന്ന സ്ഥാപന ഉടമകൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ഫ്ളാറ്റ് ഉടമകൾ, ഹോട്ടൽ ഉടമകൾ, ബേക്കറി, കൂൾ ബാർ എന്നിവർക്കായാണ് സെമിനാർ നടത്തിയത്. കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടിയിൽ പൊതുജനാരോഗ്യ സംരക്ഷണം, ഷിഗല്ല, ടൈഫോയിഡ്, ഡെങ്കിപ്പനി, എലിപ്പനി, ക്ഷയരോഗം, മാലിന്യ സംസ്കരണം, ശുചിത്വ മാനദണ്ഡങ്ങൾ, കൊതുകുജന്യ രോഗപ്രതിരോധം, ഭക്ഷ്യസുരക്ഷ, നിരോധിത പ്ലാസ്റ്റിക് ഉപയോഗ നിയന്ത്രണം, അതിഥി തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങളിലെ ആരോഗ്യ ശുചിത്വ ക്രമീകരണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ക്ലാസുകൾ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അജിത പ്രദീപ്, വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ നവമി പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ നീതു സുജേഷ്, ഗീത മോഹൻദാസ്, സാജിദ അഷ്റഫ്, രഞ്ജിനി സത്യൻ, ഷനിത ലെനിൻ, സ്ലെസിൻ ദിനേഷ്, ഉമറുൽ ഫാറൂഖ്, പി എസ് ഷാജഹാൻ, കെ ബി അജയഘോഷ്, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ്, പെരിഞ്ഞനം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ ടി എസ് ജീന, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വി എം ലിനി, എ എസ് രബിത, കെ എസ് ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദ്രാപിന്നി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാരിൻ്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ നിന്നും UDF സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം E.T. ടൈസൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി T.P. രഘുനാഥ് അധ്യക്ഷനായി. നേതാക്കളായ അഡ്വക്കേറ്റ് A.D. സുദർശനൻ, B.A. കൊച്ചുമൊയ്തീൻ, K.C. ശിവരാമൻ, സാറാബി ഉമ്മർ, M.D. സുരേഷ്, K.A. അഖിലേഷ്, C.B. അബ്ദുൾ സമദ്, ഗീത പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇതിന്റെ അപകടം മനസ്സിലാകാൻ ഒറ്റ കാര്യം മതി. അന്ന് പാർലമെന്റിൽ 2020 പാസ്സാക്കിയ സമയത്ത് RSS പറഞ്ഞൊരു കാര്യം മാത്രം ചോദിക്കാൻ മതി. അവർ പറഞ്ഞു 60% കാര്യങ്ങളെ നല്ല പറഞ്ഞു നടക്കാവുന്നുണ്ട്. 60%. RSS പറയും 60% നമുക്ക് മനസ്സിലാവില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഭരണഘടന ഒരിക്കൽ പോലും അല്ലെ അത് അംഗീകരിക്കാത്ത പ്രസ്ഥാനത്തിന്റെ പതാകവാഹകരാണ് പറയുന്നത്. ഒന്ന് ആയിട്ടുണ്ട്, 60% ആയിട്ടുണ്ട്. ഇത് 40ലേക്ക് കടക്കേണ്ടതുണ്ട്. എന്നാൽ ഈ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കില്ലാതെ ചിലപ്പോൾ 2022 പുതിയ പദ്ധതി വന്നു, PM ശ്രീ പദ്ധതി. PM ശ്രീ പദ്ധതി വന്നപ്പോൾ ആദ്യത്തെ അറിയോ, നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ആദ്യത്തെ അതാണ്, അത് പ്രചരിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ്. രണ്ടാമത് നമുക്ക് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾ ഇടപെടാനുള്ള ശേഷി ഉണ്ടെങ്കിൽ പോലും ആ ശേഷിയെ പദ്ധതികൾ മാറ്റണം. അത് വലിയൊരു ഹിഡൻ അജണ്ടയാണ്. മണലൂർ തിരുവല്ല തറയിൽ കുഴിക്കാട്ടില്ലത്ത് തന്ത്രി A. മഹേശ്വരൻ ഭട്ടതിരിപ്പാട് അന്തരിച്ചു. 87 വയസ്സായിരുന്നു. CPM മുൻ കാരമുക്ക് ലോക്കൽ കമ്മിറ്റി അംഗം, കർഷക തൊഴിലാളി യൂണിയൻ കാരമുക്ക് മേഖലാ സെക്രട്ടറി, മണലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, അഖില കേരള തന്ത്രി സമാജത്തിൻ്റെ ആദ്യകാലം മുതലുള്ള സജീവാംഗം, ദീർഘകാലം വൈസ് പ്രസിഡന്റ്, കേരള ഊരാൺമ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. ഭാര്യ മനേത്താറ്റുമന സാവിത്രി അന്തർജനം, മുരളീധരൻ, സുജാത എന്നിവർ മക്കളാണ്. മരുമക്കൾ സ്വപ്ന, പ്രദീപ്, മങ്കോർമന. പ്രധാന വാർത്തകൾ വീണ്ടും. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് CPI മാർച്ചും ധർണയും നടത്തി. ചാഴൂർ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. നാട്ടിക കൃഷിഭവനിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.